പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അക്കൗണ്ടൻസി വിഷയത്തിലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ അതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ഇക്വേഷൻസ്, അക്കൗണ്ടിംഗ് സമവാക്യം എന്നതിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഇക്വേഷൻസ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന A to Z ജാലകം യൂട്യൂബ് ചാനലിലെ പുതിയൊരു ലക്കത്തിലേക്കും വീഡിയോയിലേക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആദ്യമേ പറയാനുള്ളത്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മിക്ക പരീക്ഷകളിലും പലതരത്തിലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുമായ ഒരു ടോപ്പിക്, ഒരു ഹെഡിങ് ആണെന്ത്, അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്നുള്ളത്. ആദ്യം നമുക്ക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാളിറ്റി between the debits and credits or assets and liabilities including capital of a firm. അതായത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ, അക്കൗണ്ടിംഗ് സമവാക്യം എന്ന് പറഞ്ഞാൽ അത് ഇതൊരു ഇക്വേഷൻ, നമ്മൾ മാത്സിലാവട്ടെ എല്ലാം പഠിച്ചിട്ടുള്ളതുപോലെ ഒരു ഇക്വേഷനാണ്. എന്താണ്? ഇറ്റ് ഈസ് എ ഇക്വേഷൻ, അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാളിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി, ഈക്വാലിറ്റിയുടെ, തുല്യതയുടെ, സമത്വത്തിൻ്റെ, ഒരു സമചിഹ്നത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി, ഈക്വാലിറ്റിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിറ്റ്വീൻ, എന്തിനിടയിലുള്ള ഈക്വാലിറ്റിയാണ്? ദ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തിൻ്റെ ഡെബിറ്റുകളും ക്രെഡിറ്റുകളും അതിനിടയിലുള്ള ഈക്വാലിറ്റി, അത് രണ്ടും ഈക്വലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓർ അല്ലെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റുകൾക്കിടയിൽ, അസറ്റിനും ലയബിലിറ്റികൾക്കും, ആസ്തികൾക്കും ബാധ്യതകൾക്കും ഇടയിലുള്ള ഒരു ഈക്വാലിറ്റി, സമത്വം സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആ ലയബിലിറ്റിയുടെ പ്രത്യേകത എന്താണ്? ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ. ആ ലയബിലിറ്റീസ് എന്നുള്ളതിൽ എന്തുകൂടെ ഉൾപ്പെടുന്നുണ്ട്? ക്യാപിറ്റലും കൂടെ, സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ, മൂലധനം കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ്, മൊത്തം അസറ്റുകളും അതുപോലെ തന്നെ ലയബിലിറ്റികളും, ക്യാപിറ്റൽ അടക്കമുള്ള ലയബിലിറ്റികളും തമ്മിലുള്ള ഈക്വാലിറ്റി, അവയ്ക്കിടയിലുള്ള ഒരു സമത്വം, ഈക്വാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം. അക്കൗണ്ടിംഗ് ഇക്വേഷന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി between the debits and credits or assets and liabilities including capital of a firm. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റിയെ, തുല്യതയെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിറ്റ്വീൻ ദ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്, ഡെബിറ്റുകൾക്കിടയിലും ക്രെഡിറ്റുകൾക്കിടയിലുമുള്ള ഒരു തുല്യത. ഓർ അല്ലെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അസറ്റുകൾക്കും ലയബിലിറ്റികൾക്കും ഇടയിലുള്ള തുല്യതയെ സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ, ആ ലയബിലിറ്റീസിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ക്യാപിറ്റലും ഉൾപ്പെടുന്നുണ്ട്. ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തിൻ്റെ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റുകൾക്കും ലയബിലിറ്റികൾക്കും ഇടയിലുള്ള തുല്യത സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഡെബിറ്റുകൾക്കും ക്രെഡിറ്റുകൾക്കും ഇടയിലുള്ള ഒരു ഈക്വാലിറ്റി, തുല്യത സൂചിപ്പിക്കുന്ന, ഒരു സമത്വം സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണിത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ആ ഈക്വാലിറ്റി, ആ തുല്യത സൂചിപ്പിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ടിംഗ് ഇക്വേഷനാണ് ഈ കാണിക്കുന്നത്. അതായത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്, അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. അപ്പോൾ അസറ്റുകൾക്കും ഇക്വിറ്റികൾക്കും, അതായത് ലയബിലിറ്റികൾക്കും ഇടയിലുള്ള ഈക്വാലിറ്റി സൂചിപ്പിക്കുന്ന ഇക്വേഷൻ വെച്ചുള്ള, ഈക്വൽ എന്നുള്ള ആ സമം വെച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്, ഇതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ഇനി ഇക്വേഷനുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അസറ്റ് എന്താണ്, ഇക്വിറ്റി എന്താണ്? അസറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞ്, ഇക്വിറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതൊന്നുകൂടെ ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അസറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് ഓൾഡ് ബൈ എ ബിസിനസ് ആർ കോൾഡ് അസറ്റ്സ്. അത് ഒരു ബിസിനസ് സ്ഥാപനം, ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രോപ്പർട്ടികൾ, സ്വത്ത്, സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതിനെ മൊത്തത്തിൽ പറയുന്ന, ആ പ്രോപ്പർട്ടികൾക്ക് മൊത്തം പറയുന്ന പേരാണിത് അസറ്റ്, ആസ്തികൾ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നതാണ് ദ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ എ ബിസിനസ് ആർ ടോട്ടലി കോൾഡ് അസറ്റ്സ്. ദെൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്ലെയിംസ് എഗെയിൻസ്റ്റ് എ ബിസിനസ് ആർ കോൾഡ് ഇക്വിറ്റീസ്. അത് ഒരു ബിസിനസ്സിനെതിരെയുള്ള മൊത്തം ക്ലെയിംസ്, അവകാശവാദങ്ങൾ, ക്ലെയിമുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണിത് ഇക്വിറ്റീസ്. ഇനി ഈ ഇക്വിറ്റീസിനെ രണ്ടായിട്ട് തന്നിട്ടുണ്ട്. ഇക്വിറ്റീസ് മേ ബി ഓഫ് ടു ടൈപ്സ്, രണ്ട് തരത്തിലുണ്ടാവാം. അതിൽ ഫസ്റ്റ് വൺ ക്ലെയിംസ് ഓഫ് ദി ഔട്ട്സൈഡേഴ്സ്, ഔട്ട്സൈഡേഴ്സിൻ്റെ ക്ലെയിം, അവകാശം. ദെൻ സെക്കൻഡ് വൺ ക്ലെയിംസ് ഓഫ് ദി ഓണേഴ്സ്, ഉടമസ്ഥരുടെ ക്ലെയിംസ്, ഓണേഴ്സിൻ്റെ ക്ലെയിംസ്. അതിൽ ഡെബ്റ്റ്സ് ഓഫ് ദി ബിസിനസ് ടു ഔട്ട്സൈഡേഴ്സ്, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഔട്ട്സൈഡേഴ്സിനോടുള്ള കടബാധ്യത,
ഡെപ്റ്റ്സ് ഓഫ് ദി ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ഡെപ്റ്റുകൾ, ബാധ്യതകൾ ടു ഔട്ട്സൈഡേഴ്സ്, പുറമേ ഉള്ളവരോട്. ഓർ അല്ലെങ്കിൽ ക്ലെയിംസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് എഗെയിൻസ്റ്റ് ദ ബിസിനസ്, പുറമേയുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പുറമേ ഉള്ള, അത് സപ്ലയേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, ബാങ്കുകളാവാം, ലോൺ തന്നിട്ടുള്ള ബാങ്കുകളാവാം. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പുറമേയുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ ക്ലെയിംസ്, അവകാശം, ക്ലെയിം എഗെയിൻസ്റ്റ് ദ ബിസിനസ്, ആ ബിസിനസ്സിനെതിരായിട്ട്. അപ്പോൾ ബിസിനസ്സിന് അവരോടുള്ള കടപ്പാടാണ്, അതുപോലെ തന്നെ അവർക്ക് ബിസിനസ്സിൻ്റെ മേലുള്ള ക്ലെയിമാണ്. അത്തരം ഡെപ്റ്റുകൾ അല്ലെങ്കിൽ ക്ലെയിം അല്ലെങ്കിൽ ഇക്വിറ്റികൾക്ക് പറയുന്ന പേരാണെന്ത്? ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ഓർ ലയബിലിറ്റീസ്. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്ന് പറയും. എന്നാൽ അതോടൊപ്പം ഓണേഴ്സ് ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ ബിസിനസ് ആർ കാൾഡ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ. അതായത് ബിസിനസ്സിൻ്റെ ഉടമസ്ഥർ, ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഔട്ട്സൈഡേഴ്സാണ്. ബിസിനസ്സിൽ എന്താണ്, ബിസിനസ്സിൻ്റെ ഉടമസ്ഥർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെതല്ല, ബിസിനസ്സിൻ്റെ ഉടമസ്ഥരുടേതാണ്, അത് കൊണ്ടുവന്നതാണ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അപ്പോൾ ബിസിനസ് വേറെ, ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ വേറെ, ബിസിനസ് സ്ഥാപനം വേറെ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ വേറെ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ പങ്കാളികൾ, പാർട്ട്ണർമാർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അവർക്ക് അതിൽ ക്ലെയിം ഉണ്ട്. അങ്ങനെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥർക്ക് ബിസിനസ്സിലുള്ള ക്ലെയിം, അതാണെന്ത്? ഓണേഴ്സ് ഇക്വിറ്റി, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനിലെ അസറ്റ്സ് ഈസിക്കൽ ടു ഇക്വിറ്റീസ് എന്നുള്ളതിൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം ആസ്തികൾ, പ്രോപ്പർട്ടികളാണ്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപനത്തിൻ്റെ ബാധ്യതകളാണ്, ഡെപ്റ്റുകളാണ്. അത് രണ്ട് തരത്തിലുണ്ടാവാം. ഔട്ട്സൈഡേഴ്സിനുള്ള ഡെപ്റ്റുകൾ, ഔട്ട്സൈഡേഴ്സിൻ്റെ ക്ലെയിംസ്, അവരുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ എന്താണ്? ഓണേഴ്സിനോടുള്ള ഡെപ്റ്റുകൾ, ഓണേഴ്സിൻ്റെ ക്ലെയിംസ്. അപ്പോൾ രണ്ട് തരം ഇക്വിറ്റികളാണുള്ളത്. ഏതൊക്കെ? ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി, അതുപോലെ തന്നെ ഓണേഴ്സ് ഇക്വിറ്റി. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്തെന്ന് പറയും? ലയബിലിറ്റീസ് എന്ന് പറയും. ഓണേഴ്സ് ഇക്വിറ്റി എന്തെന്ന് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം, അസറ്റ്സ് ഈസിക്കൽ ടു ഇക്വിറ്റീസ് എന്നുള്ള അക്കൗണ്ടിങ് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത്, എലാബറേറ്റ് ചെയ്ത് ഇതുപോലെ എഴുതാൻ പറ്റും. എങ്ങനെ? അസറ്റ്സ് ഈസിക്കൽ ടു ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അസറ്റ് ഈസിക്കൽ ടു ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അതിനെ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട്. എങ്ങനെ? അസറ്റ് ഈസിക്കൽ ടു ലയബിലിറ്റീസ്. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നതാണ് ലയബിലിറ്റീസ്, പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ. അപ്പോൾ അസറ്റ് ഈസിക്കൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഈ അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അസറ്റ് ഈസിക്കൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അത് നമുക്കത് ഷോർട്ടായിട്ട് ഇതുപോലെ എഴുതാം. എങ്ങനെ? എ ഈസിക്കൽ ടു എൽ പ്ലസ് സി. അസറ്റ് ഈസിക്കൽ ടു എൽ പ്ലസ് സി. ഓക്കെ. ഇനി ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ ഇനി പറയുന്ന പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ മാറ്റി എഴുതാം. സാധാരണ ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലയബിലിറ്റീസ് ഈസിക്കൽ ടു അക്കൗണ്ടിങ് ഇക്വേഷനും ഇതുപോലെ താഴെ പറഞ്ഞ പോലെ വിഘടിപ്പിച്ച് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ലയബിലിറ്റീസ് ഈസിക്കൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഈസിക്കൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ദെൻ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഈസിക്കൽ ടു 0. ഓക്കെ. ഇത് നമുക്കൊന്ന് ഒരു ചെറിയൊരു സംഖ്യകൾ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ അസറ്റ്സ് എന്നുള്ളതിന് നമ്മൾ 100 എന്നുള്ള വാല്യൂ കൊടുത്തു. ലയബിലിറ്റീസ് എന്നുള്ളതിന് 60 60, ക്യാപിറ്റൽ എന്നതിന് 40. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് 100 എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു ലയബിലിറ്റീസ് 60 പ്ലസ് 40 ക്യാപിറ്റൽ. അപ്പോൾ 60 പ്ലസ് 40 100. അസറ്റ് ഈസിക്കൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ലയബിലിറ്റിയും ക്യാപിറ്റലും 60ഉം 40ഉം കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ്, ആ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ അസറ്റ് ആസ്തികൾ 100. അപ്പോൾ രണ്ട് ഇക്വിറ്റികളും ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റിയും ഓണേഴ്സ് ഇക്വിറ്റിയും കൂടെ തമ്മിൽ കൂട്ടിയപ്പോൾ ടോട്ടൽ അസറ്റ് കിട്ടി. 40ഉം 60ഉം കൂട്ടിയപ്പോൾ 100 കിട്ടി. ഓക്കെ. ഇനി ഇതിൻ്റെ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളോ ഇക്വേഷനുകളോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതുപോലെ ഇത് വെച്ചിട്ട്, ഈ വാല്യൂസ് വെച്ചിട്ട് തന്നെ. ലയബിലിറ്റീസ് ഈസിക്കൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ലയബിലിറ്റീസ് ഈസിക്കൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്, അതിൽ നിന്ന് ക്യാപിറ്റൽ 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 100ൽ നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലയബിലിറ്റി എത്രയാണ്? 60 60. ഓക്കെ. അപ്പോൾ 60 കിട്ടി. ദെൻ ഇനി ക്യാപിറ്റൽ കാണണമെങ്കിൽ ക്യാപിറ്റൽ ഈസിക്കൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. അസറ്റ്സ് എത്രയാണ്? 100. ലയബിലിറ്റീസ് എത്രയാണ്? 60. അപ്പോൾ 100ൽ നിന്ന് 60 മൈനസ് ചെയ്താൽ 40, ക്യാപിറ്റൽ 40 എന്ന് കിട്ടും. ഇനി അസറ്റ്സ്
മൈനസ് ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഇസിക്കൽ ടു 0 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അസറ്റ് എത്രയാണ്? 100ൽ നിന്ന് 60 മൈനസ് ചെയ്യുക, അപ്പോൾ എത്രയാണ്? 40ൽ നിന്ന് വീണ്ടും 40 മൈനസ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 0. അപ്പോൾ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഇസിക്കൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പലപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ അസറ്റും ലയബിലിറ്റിയും തരും, എന്നിട്ട് ക്യാപിറ്റൽ കണ്ടെത്താൻ പറയും. അല്ലെങ്കിൽ ക്യാപിറ്റലും ലയബിലിറ്റിയും തരും, അസറ്റ് എത്രയെന്ന് കണ്ടെത്താൻ പറയും. അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂയും ക്യാപിറ്റലിൻ്റെ വാല്യൂയും തരും, എന്നിട്ട് ലയബിലിറ്റീസ് എത്രയെന്ന് കണ്ടെത്താൻ വേണ്ടി പറയാറുണ്ട്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഇതൊന്ന് പ്രത്യേകം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഷോർട്ട് ഫോം, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഷോർട്ട് ഫോമുകൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക. A = L + C, asset = liabilities plus capital. L = asset minus liability = asset minus capital. Capital = asset minus liability. Asset minus liabilities minus capital = 0. ഇത് പ്രത്യേകം പഠിച്ചു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ വാല്യൂ തന്ന് മറ്റ് മിസ്സിംഗ് ആയതിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഈ ഇക്വേഷൻസ് എല്ലാം പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. വളരെ ഈസിയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് 2 മാർക്ക് കരസ്ഥമാക്കാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള, അതായത് അക്കൗണ്ടിങ് ഇക്വേഷനിലെ മിസ്സിംഗ് ഐറ്റംസ് കണ്ടെത്തുന്നതിനുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, 3 മാർക്ക് ചോദ്യമാണ്. റൈറ്റ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫിഗർ. അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുക, അതിനുശേഷം എന്താണ് മിസ്സിംഗ് ഫിഗർ കണ്ടെത്തുക. കണ്ടോ, അസറ്റ്സ് ലയബിലിറ്റീസ് അസറ്റ് = ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. കണ്ടോ, ഒന്നാമത്തിൽ ഫസ്റ്റിൽ എന്താണ്? അസറ്റും ലയബിലിറ്റിയും തന്നിട്ട് ക്യാപിറ്റൽ കണ്ടെത്തണം. അപ്പോൾ ക്യാപിറ്റൽ = അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഓക്കെ. രണ്ടാമത്തിൽ എന്താണ്? അസറ്റ് തന്നിട്ടില്ല, ലയബിലിറ്റിയും ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും? മൂന്നാമത്തത് അസറ്റ് തന്നിട്ടുണ്ട്, ലയബിലിറ്റീസ് തന്നിട്ടില്ല, ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അസറ്റും ക്യാപിറ്റൽ തന്നു, പിന്നെ ലയബിലിറ്റീസ് കണ്ടെത്താൻ. അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാണ്ട് ഇത് കോളം വൈസ് തന്നു, അതല്ലാതെയും പല രീതിയിലും പരീക്ഷയ്ക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻസിലെ മിസ്സിംഗ് ഐറ്റംസ് കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ കോമൺലി യൂസ്, അതായത് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുള്ള മീനിങ്ങും അക്കൗണ്ടിങ് ഇക്വേഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇക്വേഷൻസുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അക്കൗണ്ടിങ് ഇക്വേഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ കൂടി നമുക്ക് ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് ഇക്വേഷൻ സിഗ്നിഫൈസ് ദാറ്റ്. അക്കൗണ്ടിങ് ഇക്വേഷൻ സൂചിപ്പിക്കുന്നു, അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, സിഗ്നിഫൈസ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്, ദാറ്റ് അതായത് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തം അസറ്റുകൾ അവ ആൾവേസ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും ടു ദി ടോട്ടൽ ഓഫ് ക്യാപിറ്റൽ, മൊത്തം ക്യാപിറ്റലും, അതായത് ഓണേഴ്സ് ക്ലെയിം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്ലെയിം അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി, ആൻഡ് ലയബിലിറ്റീസ്, അതായത് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി, ഔട്ട്സൈഡേഴ്സ് ക്ലെയിം. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് അസറ്റ്സ് ഓഫ് എ ബിസിനസ് ആർ ആൾവേസ് ഈക്വൽ ടു ദി ടോട്ടൽ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. അതായത് ഒരു ബിസിനസ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ എല്ലായ്പ്പോഴും അതിൻ്റെ ക്യാപിറ്റലിൻ്റെയും ലയബിലിറ്റിയുടെയും മൊത്തം തുകയോട് ഈക്വൽ ആയിരിക്കും. ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ എല്ലായ്പ്പോഴും ക്യാപിറ്റലിലും ലയബിലിറ്റിയും കൂട്ടിയ തുകയോട്, ടോട്ടലിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. ഇത് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന ടേം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് പല രീതിയിലും സെൻറ്റൻസുകൾ വരാം. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പല ടേംസും പല മീനിങ്ങുകളും ഞാൻ പറയുന്നത്. ഓക്കെ. അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു, വിവരിക്കുന്നു, സൂചിപ്പിക്കുന്നു ദാറ്റ്, അതായത് ദ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് ഓഫ് എ ബിസിനസ്, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തം അസറ്റുകളുടെ വാല്യൂ ഈസ് ആൾവേസ്, അത് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും ടു ഇറ്റ്സ് ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി, ഇതിൻ്റെ ലയബിലിറ്റികളോടും അതുപോലെ ഓണേഴ്സ് ഇക്വിറ്റിയും കൂട്ടിയ സംഖ്യയോട്. അപ്പോൾ ലയബിലിറ്റിയും അതുപോലെ ഓണേഴ്സ് ഇക്വിറ്റിയും കൂട്ടിയ അതിനോട്, ആ സംഖ്യയോട് തുല്യമായിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റിൻ്റെ വാല്യൂ എന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഡാഷ് ഡിസ്ക്രൈബ്സ് ദാറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് ഓഫ് എ ബിസിനസ് ഈസ് ആൾവേസ് ഈക്വൽ ടു ഇറ്റ്സ് ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് ചോദിച്ചേക്കാം. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞേക്കാം. അതിന് ആൻസർ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മീനിങ്ങുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എ കമ്പനീസ് ടോട്ടൽ അസറ്റ്സ് ആർ ഈക്വൽ ടു ദി സം ഓഫ് ദി കമ്പനീസ് ലയബിലിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ അസറ്റ്സ്, മൊത്തം അസറ്റുകൾ എന്താണ്? കമ്പനിയുടെ ലയബിലിറ്റികളും അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, അതാണ് ഓണേഴ്സ് ഇക്വിറ്റി. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ലയബിലിറ്റികളും ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും കൂടെ കൂട്ടിയതും അതിൻ്റെ അസറ്റുകളും തമ്മിൽ എല്ലായ്പ്പോഴും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ.
അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ്, ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി ഇവയ്ക്കിടയിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണെന്ത്? അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, ഇനി അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്. ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഓഫൺ കോൾഡ് ആസ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. അതായത് അക്കൗണ്ടിങ് ഇക്വേഷനെ സാധാരണ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ മറ്റൊരു പേരാണെന്ത്? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ഇങ്ങനെ ഈ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയാൻ കാരണം, അതായത് ബിക്കോസ്, കാരണം ഇറ്റ് ഷോസ്, ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ദ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് എമംഗ് ദ കോമ്പണൻസ് ഓഫ് ബാലൻസ് ഷീറ്റ്. അതായത് ഇറ്റ് ഷോസ്, ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഷോസ് ദ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് എമംഗ് ദി കോമ്പണൻസ് ഓഫ് ബാലൻസ് ഷീറ്റ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുന്ന അതിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അടിസ്ഥാന ബന്ധം, റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. അതായത് ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നുണ്ട്, ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ളത് കാണിക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട് ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ്, വളരെ ബേസിക് റിലേഷൻഷിപ്പ്, അടിസ്ഥാന റിലേഷൻഷിപ്പ്, വളരെ പ്രധാനപ്പെട്ട ബന്ധം, എമംഗ് ദ കോമ്പണൻസ്, വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിൽ, എമംഗ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ പാർട്സ്, ഘടകങ്ങൾ, വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിൽ. എന്തിൻ്റെ ഘടകങ്ങൾ? ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിലെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്നതാണിത് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഈ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്, ബാലൻസ് ഷീറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാണ്, അതായത് ബിസിനസ് സ്ഥാപനങ്ങളുടെ ബാലൻസ് ഷീറ്റിൻ്റെ കോമൺ ആയിട്ട് ഉള്ള ഒരു ഫോമാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അതിൻ്റെ ഹെഡിങ്ങാണ് ബാലൻസ് ഷീറ്റ്. ഇത് നിങ്ങളെന്താണ് 9ാമത്തെ ചാപ്റ്ററിൽ, അക്കൗണ്ടൻസിയിലെ 9ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അത് തയ്യാറാക്കൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് നിങ്ങൾ അവിടെ പഠിക്കും. ഇത്ര മാത്രം ശ്രദ്ധിക്കുക, ബാലൻസ് ഷീറ്റിന് 2 ഭാഗമാണുണ്ടാവുക, 2 സൈഡ് ഉണ്ടാവുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടോ, ഇടത് വശത്ത് ലയബിലിറ്റീസ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സ്. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് ഒരു ഭാഗത്ത് അസറ്റ് ഈസ് ഈക്വൽ ടു, അതിന് തുല്യമായിരിക്കണം ലയബിലിറ്റീസും ക്യാപിറ്റലും. ലയബിലിറ്റീസ് സൈഡിൽ ഇടത് ഭാഗത്തുണ്ടോ, അപ്പോൾ വലത് ഭാഗത്ത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു, അസറ്റുകളുള്ള മൊത്തം ഐറ്റംസിന് തുല്യമായിരിക്കണം എന്ത്, ഇപ്പുറത്ത് ലയബിലിറ്റീസ്. ആ ലയബിലിറ്റീസിലുണ്ടോ ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ, നമ്മൾ നേരത്തെ മീനിങ്ങിൽ പഠിച്ചു, ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഉൾപ്പെടെ. അപ്പോൾ ലയബിലിറ്റീസിൻ്റെ തൊട്ട് താഴെ കണ്ടോ ക്യാപിറ്റൽ. അപ്പോൾ ഈ ലയബിലിറ്റീസും ക്യാപിറ്റലും ഈസ് ഈക്വൽ ടു അസറ്റ്സ്, അല്ലെ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ അസറ്റും ലയബിലിറ്റീസും എന്നുള്ളത് ബാലൻസ് ഷീറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾക്കിടയിൽ, ഈ കോമ്പണൻസുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നതാണെന്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ, അതായത് ബാലൻസ് ഷീറ്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്നിവയ്ക്കിടയിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നത് കൊണ്ട് ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ഇത്രയുമാണ് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് തിയറി പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻസ് പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലംസും ഇല്ലസ്ട്രേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.